ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബംഗ്ലാദേശിലെ ഹിന്ദു പുരോഹിതനും മതന്യൂനപക്ഷ നേതാവുമായ ചിന്മോയ് കൃഷ്ണദാസ് ബ്രഹ്മചാരി ധാക്കയിൽ അറസ്റ്റിലായ വിവരം ഇന്നലെ നമ്മളെല്ലാവരും കണ്ടു. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കും സുരക്ഷയ്ക്കും വേണ്ടി വാദിക്കുന്ന ബംഗ്ലാദേശ് സമ്മിലിത സനാതനി ജാഗ്രൻ ജോട്ടയുടെ വക്താവാണ് ഇദ്ദേഹം. ധാക്ക വിമാനത്താവളത്തിൽ വെച്ചിട്ടാണ് ചിന്മോയ് കൃഷ്ണദാസ് അറസ്റ്റിലായിരിക്കുന്നത്. ബംഗ്ലാദേശ് പോലീസിന്റെ ഡിറ്റക്റ്റീവ് ബ്രാഞ്ച് എന്ന് വെളിപ്പെടുത്തിയ ചിലർ അദ്ദേഹത്തെ പിടികൂടി എന്നാണ് സനാതനി ജാഗ്രൻ ജോട്ടെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ചിന്മോയ് കൃഷ്ണയെ കസ്റ്റഡിയിൽ എടുത്തതായിട്ട് ധാക്ക പോലീസിന്റെ അഡീഷണൽ കമ്മീഷണറും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു പരാതിയെ തുടർന്നിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂനപക്ഷ പീഡനങ്ങൾ ഉൾപ്പെടെയുള്ള കേസുകളിൽ അതിവേഗ വിചാരണ ട്രൈബ്യൂണൽ, അതുപോലെ ന്യൂനപക്ഷ സംരക്ഷണ നിയമം നടപ്പാക്കുക, ന്യൂനപക്ഷകാര്യ മന്ത്രാലയം രൂപീകരിക്കുക തുടങ്ങിയ 8 ആവശ്യങ്ങൾ ഉന്നയിച്ച് ബംഗ്ലാദേശിലുടനീളമുള്ള ഹിന്ദു സമൂഹത്തിന് വേണ്ടിയാണ് ചിന്മോയ് കൃഷ്ണ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാസം ആദ്യം ചിറ്റഗോങ്ങിൽ ന്യൂനപക്ഷ അവകാശ റാലിയിൽ പങ്കെടുത്ത 19 ആളുകൾക്കെതിരെ ബംഗ്ലാദേശ് പോലീസ് രാജ്യദ്രോഹ കുറ്റവും ചുമത്തിയിട്ടുണ്ടായിരുന്നു. അതേസമയം ഹിന്ദുക്കളുടെ വീടുകളും കടകളും ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആക്രമണം നടത്തുന്നവർക്കെതിരായി ബംഗ്ലാദേശ് പോലീസ് യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത. ഏതൊരു രാജ്യത്താണോ ഇസ്ലാം മതം ഭൂരിപക്ഷമാകുന്നത് അവിടെയൊക്കെ ന്യൂനപക്ഷങ്ങളാകുന്ന മതവിഭാഗം അനുഭവിക്കേണ്ടി വരുന്ന യാതനകളും വേദനകളും പീഡനങ്ങളും ഒറ്റപ്പെടുത്തലുകളും ബുദ്ധിമുട്ടുകളുമാണ് ഇവിടെയും നമ്മൾ കണ്ടുവരുന്നത്. ഈ ന്യൂനപക്ഷങ്ങളെ അവർക്ക് എന്തും ചെയ്യാൻ കഴിയണം, അടിച്ചമർത്താൻ കഴിയണം, അവരുടെ സ്വത്തുവകകൾ പിടിച്ചെടുക്കാൻ കഴിയണം, അവരെ നാടുകടത്താൻ കഴിയണം, കൊല്ലാൻ കഴിയണം, ബലാത്കാരം ചെയ്യാൻ കഴിയണം, ഭീഷണിപ്പെടുത്താൻ കഴിയണം. ഏത് രൂപത്തിലായിരുന്നാലും ശരി അവരെ അടിച്ചമർത്തി മുന്നോട്ട് പോകുക എന്നതാണ് ഏതൊരു രാജ്യത്തിൻ്റെയും അതിപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമായി കഴിയുമ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവിടുത്തെ തുലോം തുച്ഛമാളുകളാണ്, ന്യൂനപക്ഷങ്ങളാണ്. അവർക്കവിടെ നിലനിൽക്കണമെങ്കിൽ ഇവരെ പ്രീണിപ്പിക്കുകയും ഇവരെ സുഖിപ്പിക്കുകയും ഇവരെ വേദനിപ്പിക്കുന്ന ഒരു നിലപാടും സ്വീകരിക്കാതിരിക്കുകയും സർവോപരി ഇവരുടെ ഒരു നയങ്ങളെയും വിമർശിക്കാതിരിക്കുക കൂടി വേണം. ഇതാണ് ഇവിടെ അവലംബിക്കപ്പെടുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ മുസ്ലിം ഭൂരിപക്ഷമാകുന്നതിനെ നമ്മൾ ജാഗ്രതയോടുകൂടി കാണുന്നത്? എന്തിനാണ് നമ്മൾ ഇത്തരം പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ എതിർക്കുന്നത്? തീവ്രവാദത്തെയും ഭീകരവാദത്തെയും നമ്മൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന നിലയിൽ മനുഷ്യർ തന്നെ സംഘടനകൾ ഉണ്ടാക്കി അതിനെ പ്രതിരോധിക്കാനും പ്രതികരിക്കാനും തീരുമാനിച്ചിറങ്ങിയാൽ ഇവരെന്തിനാണ് നമ്മുടെ നാട്ടിലെ കോടതിയും നിയമവും ഒക്കെ? അപ്പോൾ ബംഗ്ലാദേശിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ പ്രശ്നം. നമുക്കറിയാം ഇറാനിൽ ഉണ്ടാക്കിയ പ്രശ്നം, ഇറാനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം. ഇറാനിലായിരുന്നാലും അഫ്ഗാനിലായിരുന്നാലും സൗദി അറേബ്യയിലായിരുന്നാലും ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളെ സംബന്ധിച്ചും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയേ അല്ല. ഇറാനിൽ പ്രക്ഷോഭമുണ്ടായി, എവിടെയെങ്കിലും വാർത്തയായോ? ഇല്ല. അവിടെ മുസ്ലിങ്ങളായിരുന്നു മെജോറിറ്റി, മൊത്തം മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിങ്ങൾ തന്നെ മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാക്കിയതല്ല. സിറിയയിലോ സെയിം സ്ട്രാറ്റജി. അപ്പൊ ബംഗ്ലാദേശിലും ഇത് തന്നെയാണ്. അവാമി ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വലിയ ഒരു വിഭാഗം ജമാഅത്തെ ഇസ്ലാമി വക്താക്കൾ തടിച്ചുകൂടുന്നു. അവരുണ്ടാക്കിയ പ്രക്ഷുബ്ധമായ അവസ്ഥയിൽ സാഹചര്യങ്ങളിൽ പ്രക്ഷോഭങ്ങളിൽ ഇരകളാക്കപ്പെട്ടത് ന്യൂനപക്ഷങ്ങളാകുന്ന ഹിന്ദുക്കൾ. ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹൈന്ദവ ആത്മീയ നേതാവാണ് ചിന്മയ് കൃഷ്ണദാസ് ബ്രഹ്മചാരി എന്ന കൃഷ്ണദാസ് പ്രഭു. ഇദ്ദേഹം സംസാരിച്ചത് ആർക്കെതിരെയാണ്? ആർക്കു വേണ്ടിയാണ്? വേട്ടക്കാർക്കെതിരെ, അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ നീതിക്ക് വേണ്ടി നിലകൊണ്ടു. ആരാണോ അവിടെ ഇരകളാക്കപ്പെടുന്നത് അവർക്ക് വേണ്ടി സംസാരിക്കുകയും വേട്ടക്കാരുടെ അനീതിക്കെതിരെ സംസാരിക്കുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ ഈ കൃഷ്ണദാസ് പ്രഭു എന്ന ആചാര്യൻ അറസ്റ്റിലാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ധാക്ക വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത കൃഷ്ണദാസ് പ്രഭുവിനെ അധികൃതർ ഇപ്പോൾ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നാണ് പുതിയതായി പുറത്തുവരുന്ന മാധ്യമ വിവരങ്ങൾ. മാധ്യമങ്ങൾ അപ്പോൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിർഭയം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ മാത്രം. ഇപ്പോൾ
അറസ്റ്റ് സംബന്ധിച്ച് ബംഗ്ലാദേശ് സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിനെതിരെ പ്രതികരിക്കാൻ പോലും ബംഗ്ലാദേശ് സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ളവ ചുമത്തിയാണ് ഇസ്കോൺ അംഗം കൂടിയായ കൃഷ്ണദാസ് പ്രഭുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അറസ്റ്റിന് പിന്നാലെ ബംഗ്ലാദേശിലെ വിവിധ സ്ഥലങ്ങളിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി. ചിറ്റഗോങ്, ബെരിസാൽ, ഖുൽന ഇവിടങ്ങളിലൊക്കെ കൃഷ്ണദാസ് പ്രഭുവിനെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് വലിയ രൂപത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ധാക്കയിലെ ഡിറ്റക്റ്റീവ് ബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ ഇസ്കോണിന്റെ നേതൃത്വത്തിലും ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചു. നമുക്കറിയാം, ബംഗ്ലാദേശില് അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന തീവ്രവാദ സംഘം പ്രക്ഷോഭത്തിന് ഇറങ്ങിയ സാഹചര്യത്തിൽ ഇവരാരെയാണ് അടിച്ചമർത്താൻ ശ്രമിച്ചത്? അവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ. ഇത് എന്തിനു വേണ്ടി തുടങ്ങിയതായിരുന്നു ഈ സമരം? ഒരു സംവരണ പ്രശ്നം മാത്രം. ഒടുവിൽ അവിടെയുള്ള പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കുക മാത്രമല്ല, അവിടെയുള്ള സ്വന്തം രാജ്യത്തിന്റെ മിലിറ്ററിയെ ഭയന്ന് ജീവനും കൊണ്ട് നെട്ടോട്ടമോടേണ്ടി വന്നു. ഇന്ത്യയാണ് അന്നവർക്ക് അഭയം പോലും നൽകിയത്. ഒടുവിൽ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ ന്യൂനപക്ഷ വിരുദ്ധ കലാപമായി അതിനെ കൊണ്ടുപോയി. ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കേണ്ടുന്ന ബംഗ്ലാ ആർമി ഷെയ്ഖ് ഹസീനയുടെ തലയെടുക്കാൻ ഒരുമിച്ചു. അവരുടെ ജെട്ടിയും പ്രായും വരെ കമ്പിൽ കോർത്തെടുത്ത് ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, മറക്കരുത്. പൊതുനിരത്തിലൂടെ ഘോഷയാത്ര നടത്തി. ആ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് ഹസീനയുടെ പിതാവ് അബ്ദുൽ മുജീബ് റഹ്മാൻ അദ്ദേഹത്തിന്റെ പ്രതിമയുടെ മുകളിൽ കയറി നിന്ന് മൂത്രമൊഴിക്കുകയും ചവിട്ടുകയും മുഖത്തടിക്കുകയും ഒക്കെ ചെയ്ത് പ്രതിമകൾ തകർക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിലായി ബംഗ്ലാദേശ് ഭരണഘടനയിൽ നിന്ന് മതേതരത്വം എന്ന വാക്ക് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞിട്ട് ശക്തമായ രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു. ഇവര് സാധാരണക്കാരാണ്. ഇവരുടെ മെജോറിറ്റിയെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ആളുകൾ ഭയപ്പെടാൻ കാരണവും ഇത് തന്നെയാണ്. സ്വീഡനിലും ഫ്രാൻസിലും ബ്രിട്ടനിലും ഇറ്റലിയിലും മറ്റ് അനേകം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇവർ നുഴഞ്ഞു കയറി. അവിടെയൊക്കെ ഇവരെന്താണ് ചെയ്തത്? പൊതുനിരത്തിൽ നമസ്കരിക്കുക, ജാഥ വിളിക്കുക, ഭരണകൂടത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുക, അവരെ സ്വൈരമായി ഭരിക്കാൻ സമ്മതിക്കാതെ അവിടെ കിടന്ന് പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, പൊതുനിരത്തുകൾ അടിച്ചു തകർക്കുക, വാഹനങ്ങൾക്ക് തീയിടുക. ഒടുവിൽ അടിച്ചാൽ തിരിച്ചടിക്കാത്ത ജർമ്മനിയും ഇറ്റലിയും വരെ ഇവറ്റകളെ അടിച്ചു പുറത്താക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. ഇത് തന്നെയാണ് നിർമ്മല കോളേജിൽ നമസ്കാരത്തിന് വേണ്ടി ഇവർ തടിച്ചുകൂടിയത്. ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ എന്ന് കുട്ടികൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് അവരുടെ മുദ്രാവാക്യവും ആവശ്യങ്ങളും എത്തിയെങ്കിൽ ഇവർ നിസ്സാരക്കാരാണ്. ഇവർക്ക് കോച്ചിങ് കൊടുക്കുന്ന ആളുകൾ മോശക്കാരാണോ എന്ന് ചിന്തിച്ചാൽ മതി. ഈ രാജ്യത്തിന്റെ അടിത്തറയെ മാന്തുന്ന രൂപത്തിലുള്ള കോച്ചിങ്ങുകളാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദി.